എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, കൂട്ടിനുള്ളിൽ രണ്ടിളം കിളി പൈതങ്ങളുണ്ട്, പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, ആ താലിക്കെട്ടിന് 2 പേരുണ്ട് എന്ന് തുടങ്ങുന്നത്. നല്ല സോങ്, ഹിറ്റായ സോങ്. പിന്നെ അതുപോലെ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയാണ് രമേശ്? അയ്യോ, അവരുടെ വീടിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. അത് ശരി. ആ ഏരിയ കംപ്ലീറ്റ് കേൾക്കും. ക്ലാസിക്കൽ അധികം പഠിച്ചിട്ടില്ല, വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. കാരണം ഒരു 3 വർഷം 4 വർഷം കഷ്ടി പഠിച്ചു. അതൊന്നൊരു പഠിത്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനിടയ്ക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി മിങ്കിൾ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഷോസും കൂടി വന്നപ്പോഴേക്കും തിരക്കായി. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പോഴും ക്ലാസിക്കൽ പഠിച്ച് പാടുന്നവരെ കാണുമ്പോൾ അസൂയാണ്. എനിക്കത് പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് എനിക്ക്. അപ്പൊ അതിന് സാധകം ഇല്ല, അങ്ങനത്തെ ഒരു സാധകത്തിന് വേണ്ടി നിൽക്കാറില്ല. എന്നാലും ജണ്ടവരിശകളൊക്കെ കുറച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. കൂടുതലും വീട്ടിൽ നിന്ന് തുറന്ന് പാടുക എന്നുള്ളതാണ്. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ അറിയാം, പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട് ശീലമുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തുറന്ന് പാടും. രാവിലെ അവരൊക്കെ പഞ്ഞി വെച്ചിട്ട് നടക്കുള്ളൂ. അത് എന്റെ ഒരു ശീലമാണ്. എന്തായാലും അവിടെ ഉള്ളവർ ആരും എന്നെ കുറ്റപ്പെടുത്താറില്ല. കാരണം നല്ലതേ പറയാറുള്ളൂ. കാരണം അവർക്കൊക്കെ ഇഷ്ടമാണ്. അവരങ്ങനെയാണെന്ന് അറിയാം. കാരണം ഞാനൊരാളെ ഇങ്ങനെ ഈ ഫീൽഡിൽ വന്നതുകൊണ്ടും അവർക്കൊക്കെ നമ്മളോട് ഇഷ്ടമാണ് അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ മോശമായിട്ട് ചിന്തിക്കാറില്ല, വളരെ നല്ലതായിട്ട് ചിന്തിക്കാറുള്ളൂ. ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഏട്ടനായോണ്ട് തല്ല് വേണമെങ്കിൽ കൊടുക്കാം, ദൂരല്ലേ ഉള്ളൂ. എന്തായാലും അതൊരു എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. കാരണം സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ഭയങ്കര ത്രോയില് പാടാറുണ്ട്. ഞാനിപ്പോഴും ചിലരോട് പറയും തുറന്ന് പാടണം. അപ്പൊ അത് സ്റ്റേജിലൊക്കെ തുറന്ന് പാടാൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പാടി പഠിച്ചാലേ പറ്റുള്ളൂ. ഇന്നത്തെ ഇപ്പം റിയാലിറ്റി ഷോസ് ആയിരുന്നാലും കുറെ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ റിയാലിറ്റി ഷോസ് ശരിക്കും നല്ല ഗായകരെ ഈ ഷോ നടക്കുന്ന സമയത്ത്, പക്ഷെ ഇത്രയോ ഗായകർ ഷോയിൽ ഫസ്റ്റ് ഒക്കെ കിട്ടി വരുന്നു. വളരെ വിരലെണ്ണാവുന്നവർ മാത്രമാണ് അതില് പ്ലേബാക്ക് സിംഗിങ്ങിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ സംഗീതം അവര് സീരിയസ് ആയി എടുക്കുന്ന ആൾക്കാർ. അതെന്തുകൊണ്ടെന്ന് ചേട്ടന് തോന്നുന്നു? എന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വന്നിട്ടുള്ളവരൊക്കെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം ഇതിനു മുൻപ്, ഒന്നത്. പിന്നെ ഇപ്പോ വരുന്ന റിയാലിറ്റി ഷോയിൽ വെച്ചാൽ റിയാലിറ്റി ഷോയിൽ നമ്മൾ വന്നിട്ട് പാടുന്ന പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പഞ്ചായത്ത് വകയുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോമ്പറ്റീഷൻ. ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞു നമ്മൾ പാടുന്നു, ഫസ്റ്റ് കിട്ടിയവൻ അടുത്തയിലേക്ക് പോകുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ പോലെ സ്റ്റേറ്റ് ലെവലിൽ പോകും, മറ്റുള്ളവർ മാറും. ഇപ്പൊ അങ്ങനെയല്ല. നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ചാനലിൽ നമ്മൾ കാണുന്നു, കുറച്ച് പേരുടെ മുമ്പിൽ നമ്മൾ പാടുന്നു, അവിടെ എപ്പോഴും അപ്ലോസേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ കുറവുകൾ ജഡ്ജസ് പറഞ്ഞു തരും. അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇതേപോലെ പിടിച്ചേക്കാൻ പറ്റാത്തതിന്റെ കാര്യം, ആ കുറച്ചുപേരെ കൈയടി പോരാ നമ്മളൊരു ആയിരക്കണക്കിന് പേരുള്ള ഒരു അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ വലിയൊരു ജനസമൂഹമുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്ന് പാടുമ്പോൾ പല പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. അവരൊക്കെ ആസ്വദിക്കുന്ന പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഓൺ സ്റ്റേജിൽ നമുക്ക് ലിറിക്സ് തെറ്റാം, ചിലപ്പോ അപ്പൊ തന്നെ കൂവലും വരും അവിടെ. അങ്ങനെ വരുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. അതൊക്കെ എക്സ്പീരിയൻസിലേ പറ്റുള്ളൂ നമുക്ക്. അത് ഇവിടെ നിന്ന് പാടിക്കൊണ്ട് മാത്രം കിട്ടില്ല. ഇവിടെ എപ്പോഴും നല്ലത് പറയാനും എപ്പോഴും നല്ലതുമാണ്. പിന്നെ ടി വിയിൽ എപ്പോഴും കണ്ടു നമുക്ക് അതിന്റെ ഫെമിലിയാരിറ്റി അതും കുറെ ദൂഷ്യം ചെയ്യും. ഈ തുടക്കം അഹങ്കാരമൊക്കെ വന്നു പോകും ചിലർക്ക് അല്ലേ? അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുമ്പോഴും നല്ലൊരു കയറി വരുന്ന സമയത്ത് തന്നെ കിട്ടുന്ന എക്സ്പ്ലോഷർ, അത് വരുമ്പോഴുള്ള ഒരു അറിയാണ്ട് വരുന്ന ഒരു സംഭവമായിരിക്കും. അത് അഹങ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല, ചിലവർക്കുണ്ടാവാൻ എനിക്കറിയില്ല. എന്തായാലും അതായിരിക്കാം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പബ്ലിക് ഷോസിൽ ഇങ്ങനെ പാടി വന്നിട്ടുള്ള ആൾക്കാര്. അപ്പോൾ പല രീതികളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. കൂവല് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് ലിറിക്സ് കേട്ടിടുമ്പോൾ മൂളി പോയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ താളം മറിഞ്ഞു പോകും. അപ്പൊ അതിൽ നിന്നൊക്കെ മേക്കപ്പ് ചെയ്ത് പാടി വരാനും ഒക്കെ പറ്റണം. ഈ ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടു, ഒരു ഗാനമേള ട്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാര് അവരൊരു നിരാഹാര സമരം ചെയ്തു. അതായത് ഒരു അമ്പലത്തിൽ പോയപ്പോ ഇന്ന പാട്ട് പാടിയിട്ട് ഇറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഓർക്കസ്ട്ര മുഴുവൻ ചെയ്തു. അതെന്താ അറിയോ, ചില അമ്പലങ്ങളില് മറ്റുള്ളവർക്ക് എങ്ങനെ എനിക്കറിയില്ല, ഈ നമസ്കരിപ്പു എന്ന് പറയുന്ന ഒരു ഗാനമാണ്. അത് പാടിയില്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറ്റില്ല, അത് ഉറപ്പാ. കാരണം അത് അങ്ങനെയാണ്. അവരുടെ ഒരു എന്താ പറയാ, ഒരു രീതി അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നേരത്തെ ഉള്ളവർക്ക് അറിയാം, ഇപ്പോഴവർക്ക് എനിക്കറിയില്ല. അത് പാടാണ്ട് പോയാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. ആ ഒരു കാറ്റഗറി ആൾക്കാർ അങ്ങനെയാണ്. അല്ല, അങ്ങനെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ശരിയാണോ അതോ മോശമാണെന്നാണ് അഭിപ്രായം? പിന്നെ നമുക്കൊരു ശരിയാണെന്ന് വെച്ചാല് അത് അവരുടെ ഒരു കൾച്ചറാണ്. അപ്പൊ ആ നാട്ടിൽ അവർ ഷോ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അവരും വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ
ഒരു ട്രൂപ്പാർക്ക് ഇത് അറിയില്ല ഈ പാട്ട് പാടാൻ, ഈ ഗാനം നിങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടല്ലേ എന്ന് ചോദിക്കുന്നവരായിരിക്കും കൂടുതൽ. അത്രയും പോപ്പുലർ ആണ് ആ പാട്ട്. അതായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ഇൻസിഡന്റ് ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മളപ്പോ ചേട്ടാ ഇത് ഫുൾ അറിയില്ല, അറിയാവുന്ന അത്രയും പാടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടി ഒപ്പിച്ച് പോരും. അത് 4 വരെയെങ്കിലും പാടും. അതാ ഞാൻ പറഞ്ഞ കുറെ എക്സ്പീരിയൻസിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഈ ആൾക്കാരുമായിട്ടും കൂടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. അതെ. പിന്നെ ഈ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ വരുന്നവരെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരുപാട് തെളിഞ്ഞു വരാൻ പറ്റും. കാരണം എന്തെല്ലാം ഇതാ കിട്ടുന്നവർക്ക് പലവരെയും ശിക്ഷണങ്ങൾ കിട്ടുന്നില്ലേ, പല നല്ല നല്ല ജഡ്ജസിന്റെ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോ നോക്കിയാൽ ക്ലാസിക്കൽ പഠിക്കാനുള്ള ട്രെൻഡ് കൂടുതലാണ് പണ്ടത്തെക്കാളും. എല്ലാവരും ക്ലാസിക്കൽ അത്യാവശ്യം ഇപ്പൊ വരുന്ന സിംഗേഴ്സൊക്കെ അത്യാവശ്യം ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. ഭയങ്കര നല്ല സിംഗേഴ്സ് അല്ലേ വരുന്നത്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയും കൂടി ഇപ്പൊ മ്യൂസിക്കിൽ ഇപ്പൊ മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ ടോട്ടൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. പക്ഷെ മ്യൂസിക്കിലും പുതിയ സംഗീത സംവിധായകർ വരുന്നു, പുതിയ ഗായകർ വരുന്നു, ഒരുപാട് ഒരു ചേഞ്ച് മ്യൂസിക്കിൽ തന്നെ സംഭവിക്കുന്നത്. മ്യൂസിക് എനിക്ക് തോന്നുന്നു മ്യൂസിക്കലി മാത്രമല്ല, അത് പല രീതിയിലും സംഭവിക്കുന്നത്. ഡയറക്ടർ വൈസിലായാലും പ്രൊഡ്യൂസിംഗ് ഇതായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ചേഞ്ച് ആയിരിക്കാം ഒരു പക്ഷേ. ഈ ന്യൂ ജനറേഷൻ കാറ്റഗറി വരുന്നതിൽ പാട്ടുകളിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് പാട്ടുകൾ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കേടാതെ നാളമേ നാളമേ പാടൂ നീ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. അത് നല്ലൊരു പാട്ടല്ലേ, ന്യൂ ജനറേഷൻ സോങ് തന്നെയാണ്. കാരണം ഒരു പുതിയ സിംഗറാണ് പാടിയിട്ടുള്ളത്. ഗായകർക്ക് ചാൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് വഴി? നേരിട്ടതുപോലെ സ്റ്റുഡിയോയിൽ നമ്മൾ പോകണോ, ചെന്നൈയിൽ പോയി അങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ടാലന്റ് വേണം, അത് ബേസ് അതാണ്. പിന്നെ ക്ലാസിക്കലായിട്ട് അറിവുണ്ടെങ്കിൽ ഫാർ ബെറ്റർ. ക്ലാസിക്കൽ ബേസ്മെന്റ് ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഭയങ്കര വിഷമമാണ്. അത് എനിക്ക് കിട്ടിയില്ലോ, പറ്റിയില്ല. അപ്പൊ എല്ലാവരും പറയും ഇപ്പോഴും വേണേൽ പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല. നമുക്കറിയാം നമ്മളെന്താ, നമുക്ക് അതിൽ എത്തണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അതാ ഏജ് കാറ്റഗറിയില്ലേ, നമ്മുടെ ഒരു ഏജ് ഉണ്ടല്ലോ, അത് നല്ലൊരു ഏജിൽ പഠിച്ചു വരുന്നതും ഇപ്പൊ പോയി പഠിച്ചു വരുമ്പോൾ വോയിസിനൊക്കെ ഉള്ള കൾച്ചർ വ്യത്യാസമുണ്ട്. അതൊക്കെ മാറി വരുന്ന ടൈമിലൊക്കെ ക്ലിയർ ആയി വരുമ്പോൾ നമുക്ക് നല്ല ടാലന്റ് ഇതായി വരും. ഇപ്പൊ പഠിച്ചാൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരിക്കാം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ചാൻസിന് പലരും വിളിക്കണം, പലരെയും വിളിച്ച് തന്നെ വിളിക്കണം, ചോദിക്കണം. കാരണം ചോദിച്ചുകൊണ്ട് എന്താ തെറ്റെന്താ, നമ്മൾ അവരെ വിളിച്ച് കാരണം ബിരിയാണി കിട്ടിയല്ലോ. അത് മാത്രമല്ല അവര് ഒരുപാട് ഗായകരെ കാണുന്നല്ലേ, ഒരുപാട് പാട്ടുകാരെ കാണുന്നു. അപ്പം ഇയാളെ തന്നെ ഓർത്തിരിക്കണമെന്നില്ലല്ലോ, ഈ പാട്ട് ഓർത്തിരിക്കണം. രമേശിന്റെ പണ്ട് കാലത്ത് നമ്മൾ ഈ ആകാശവാണിയിലൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഒരുപാട് ശ്രോതാക്കളുണ്ട്. അത് കേട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പാട്ട് പഠിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഇത്രയും അധികം അവസരങ്ങൾ ഉണ്ടായിട്ടും അന്ന് കാണിച്ച ആ ഒരു സീരിയസ്നെസ്, ഇന്നത്തെ സംഗീതത്തോടുള്ളൊരു അർപ്പണമുണ്ടല്ലോ, അത് ആൾക്കാർക്ക് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കുറവാണ്. പണ്ട് കാലത്ത് ഇതുപോലെ ഈ ആകാശവാണിയുടെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നത്? പിന്നെ തീർച്ചയായിട്ടും ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഒരുപാട് നമ്മള് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടുകളല്ലേ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്മള് കോമ്പറ്റീഷനൊക്കെ പാടുന്നത് അങ്ങനത്തെ പാട്ടുകളാണ്. അത് എന്താണ് കോമ്പറ്റീഷൻ അനുഭവങ്ങൾ? കോമ്പറ്റീഷൻ കുറെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ഫസ്റ്റ് അടിച്ച് വിഞ്ചി അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നൊക്കെ ഔട്ടായി പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ പോവാതെ ഡിസ്ട്രിക്ട് ലെവലൊക്കെ വന്നിട്ട് ഔട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ എന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു നമുക്കൊന്നും ഇപ്പൊ ഒരു ഗൾഫ് ട്രിപ്പ് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ പാടാൻ അതൊന്നും നമ്മുടെ മനസ്സിലില്ല. കാരണം ദാസേട്ടൻ എന്നുള്ള മഹാഗായകനുള്ളടത്തോളം കാലം വേറെ സിംഗറൊന്നും വരില്ല എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഞങ്ങളുടെ കാറ്റഗറിയിലുള്ള സിംഗേഴ്സ് തന്നെയാണ് ആദ്യം വന്നത്. എന്റെ ക്ലോസ് ഫ്രണ്ട് ബിജു നാരായണനാണ് എനിക്ക് തോന്നുന്നു ആ കാറ്റഗറിയിൽ ഫസ്റ്റ് വന്നത്. ശരിയാ. അവിടം തൊട്ട് പതുക്കെ ചേഞ്ച് ആയി തുടങ്ങി. മാന്ത്രികമല്ല, പുള്ളി ഫസ്റ്റ് 10 വെളുപ്പിന് അത് പുള്ളി വന്നു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അഫ്സൽ വന്നു. അപ്പൊ അവരിൽ നിന്നൊക്കെയാണ് അപ്പോഴാണ് ഈ പതുക്കെ മറ്റുള്ള സിംഗേഴ്സും പാടാൻ പറ്റും, പാട്ട് ചാൻസ് കിട്ടും എന്ന് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടം. അതുവരെ നമ്മൾ സിനിമ എന്നുള്ളത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ കാണുമ്പോൾ
നമ്മൾ പിന്നണി ഗായകരുടെ പേരിൽ എന്റെ പേരൊന്ന് കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. അത് കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണ് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. രാജമാണിക്യത്തിൽ ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞിട്ട് പേര് വന്നപ്പോ. അപ്പൊ അതൊക്കെ ഈ കഷ്ടപ്പെട്ട് വന്നതിന്റെ ഒരു അനുഭവം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ ഒരു സുഖം വേറെയാണ്. ഏറ്റവും ഹിറ്റായ പാട്ട് ഏതാ രമേശേട്ടൻ പാടിയല്ലേ? കാറ്റാടിത്തണലും എന്നുള്ള പാട്ട് വിധുവിന്റെ ഒപ്പം പാടി, അത് വളരെ ഹിറ്റായിരുന്നു. പിന്നെ ഉന്നം മറന്നെന്ന പാട്ടുണ്ട് റീമിക്സ് വേർഷൻ. അതിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയി നിന്നിട്ടുണ്ട് പണ്ട് ഈ പടത്തിന്റെ ഹരിയർന്ന്. അപ്പൊ ഇതിലൊക്കെ 18 വർഷം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമതൊരു രണ്ടാം ഭാഗം വരുമെന്നോ അല്ലാതെ ഇങ്ങനെ എനിക്ക് പാടാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അലക്സേട്ടന്റെ പാട്ടുകൾ ട്രാക്ക് പാടാൻ പോകുമ്പോൾ ലാലേട്ടന്റെ വീട്ടിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ പാട്ടുകളൊക്കെ പാടി കേൾപ്പിക്കാറുണ്ട് ഈ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ. അപ്പൊ ലാലേട്ടൻ എന്നൊക്കെ പറയണത് നമുക്ക് ഭയങ്കര, കാരണം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഡയറക്ടേഴ്സാണ് അവർ. അപ്പൊ അവരൊക്കെ ഇതിലാണല്ലോ നമ്മളിന്ന് പാടുന്നത്. എന്തെങ്കിലും നമുക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ കൊതിയായിരുന്നു. പക്ഷെ അവര് മുഖേന തന്നെ എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റി എന്നുള്ളതും അവരാ ഉന്നമർന്നുള്ള പാട്ട് എനിക്ക് പാടാൻ പറ്റി, അതൊരു ഹിറ്റായി മാറി. ഒരു ഭയങ്കര സന്തോഷം കേട്ടോ, പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല അത്. അപ്പൊ ഒന്ന് പാടിയാലുണ്ട് അത് ആ പാട്ടില് അങ്ങനെ പാടിയാൽ പ്രത്യേകിച്ച് വേറെ വേരിയേഷൻ ഒന്നും തോന്നൂല. ഓർക്കസ്ട്രേഷനിലാണ് അതിന്റെ വ്യത്യാസം. ആ റീമിക്സ് വേർഷൻ ഓർക്കസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ പാടുന്ന പഞ്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഉന്നം മറന്ന് തിന്നിപ്പറന്ന് ഇങ്ങനെ പാടുന്ന ഒരു മൂടൊക്കെയാണ്. പാട്ടിന്റെ ട്യൂണൊക്കെ സെയിം തന്നെ. ചേട്ടനെ കൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഗസലോ അതുപോലെ വളരെ സോഫ്റ്റ് ഒരു പാട്ട് കേട്ടാ കൊള്ളാന്ന്. ഗസൽ സോങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ പാടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു മെലഡി ആയാലും മതി, ഒരു നല്ല മെലഡി. ഹിന്ദിയോ തമിഴോ ഏത് വേണം? കഭി ആംസു കഭി ഖുശ്ബൂ കഭി നഗ്മാ ബൻകർ हमसे हद शाम मिली है तेरा चेहरा बनकर कभी आंसू कभी खुशबू कभी नगमा बनकर. കബി ആൻസു കബി വിഷു എന്നുള്ള പങ്കജ് ഉദാസിന്റെ ഒരു ഗീത് ആൽബത്തിലെ ഒരു ഗാനമാണത്. എനിക്കത് ഫുൾ അറിയില്ല. ഞാൻ ഗസല് പാടാൻ വേണ്ടി അധികം മെനക്കെട്ടില്ല, കാരണം നമ്മള് അത്രയും പോരാ അത് പാടാൻ എന്നുള്ള തോന്നലുകൊണ്ടാണ്. കൂടുതൽ ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചാലാണ് ഇതൊക്കെ കൂടുതൽ, കാരണം അതിന്റെ താളം ഭയങ്കരമാണ് ഗസൽസിന്റെ. വെറുതെ പാടിയോണ്ട് മാത്രം കാര്യമില്ല. പിന്നെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ താളം ഇത് പാടാന്ന് പറയുന്നത് ഞാനത് അത്ര എക്സ്പെർട്ട് അല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത നമുക്ക് അല്ലാത്തൊരു ട്രാക്കിൽ നമ്മൾ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ, അതുപോലെ അതല്ല എന്റെ കറക്റ്റ്. പിന്നെ നമ്മളത് പഠിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം, ഇഷ്ടമുള്ള. പിന്നെ എനിക്കിപ്പം മുംബൈക്കയുടെ ഗസലിലൊരു പാട്ടുണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. ആ ഗാനം, ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല പാട്ട്. എന്തായാലും ഇത്രയും സമയം രമേശ് ചേട്ടൻ നമ്മുടെ പ്രഭാതത്തിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മുടെ പ്രഭാതം ധന്യമാക്കി. അപ്പോൾ രമേശ് ചേട്ടൻ ഒരുപാട് ഇനിയും ധാരാളം സിനിമയിൽ പാടാൻ അവസരം ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഒരു പാട്ടുകൂടെ അവസാനം. തീർച്ചയായിട്ടും. ഇപ്പൊ മെലഡി ഗാനങ്ങളെ ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് മെലഡി ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അപ്പൊ അത് തന്നെ ആയിക്കോട്ടെ. നിലാവേവാ செல்லாதேவா என்னாலும் பொன்வானம் நான், என்னை நீதான் பிரிந்தாலும் நினைவாலே அணைத்தேன். நிலாவேவா செல்லாதேவா. Thank you. Thank you so much.